ചെറു കുഞ്ഞിലെ ഒരുപാട് ബുദ്ധിമുട്ടിയ ചുണ്ടിന്റെ പ്രശ്നം, സംസാരത്തിലെ വ്യക്തതയില്ലായ്മ. അപ്പോൾ കുട്ടികളല്ലേ, കുട്ടികളുടെ ദുരുദ്ദേശമൊന്നുമില്ല. എന്നോട് വീണ്ടും സംസാരിക്കാൻ പറയും, ഞാൻ എന്തോ പറയും, അവരത് ചിരിക്കും. അപ്പോൾ അവർ നമ്മളോട് കളിയാക്കുന്നു, ഞാൻ അവിടെ കറയും. ആ സമയത്തിൽ നമുക്ക് ഇതിനേക്കാൾ വേണം നമ്മൾ മരിക്കാനല്ലേ നല്ലത് എന്ന് ചിലപ്പോൾ തോന്നിച്ചു പോകാം. അമ്മനോട് പോയി പറഞ്ഞു, അമ്മ പറഞ്ഞു, നിങ്ങളത് കാര്യമാക്കേണ്ട, നിങ്ങൾ എന്ത് ഒരു പൊന്നാരം കുട്ടിയല്ലേ, ഐ ലവ് യു സോ മച്ച്. എനിക്ക് അത് പ്രശ്നമേ ഇല്ല. സുരേഷ് ഗോപി പടം കാണും പോലെയാണ് ഋഷിരാജ് സിംഗ്. ഒരിക്കലും ശരിയല്ല. അദ്ദേഹം ശ്വാസം എടുക്കാത്ത ആ നീണ്ടമായ പ്രസംഗം നമുക്ക് എനിക്ക് ചെയ്യാൻ പറ്റുമോ? ചുമ്മാ പറയുകയാണ് നാട്ടുകാർ. അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് തീർക്കണമെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ടേക്സ് 3 to 4 minutes. തുടരും സിനിമയെ കുറിച്ച് സാറിന്റെ ഒരു ഒബ്സർവേഷൻ പറയാം. നല്ല പടമാണ്. മോഹൻലാൽ പോലെ ആയിട്ട് നമ്മുടെ അറിയുന്നില്ലല്ലോ. സാർ അത് ഈ പ്രാവശ്യം ഞാൻ എങ്ങനെ തീരുമാനിച്ചു, നോ പബ്ലിസിറ്റി, നാട്ടുകാർ തന്നെ പോയി തീരുമാനിക്കട്ടെ. അപ്പോൾ അതിനകത്ത് ഒരു ചെറിയ രീതിയിൽ നല്ല രീതിയിലാണെങ്കിലും അത് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ്. സിനിമാറ്റിക് ആയിട്ടുള്ള കഥകൾ തന്നെ സാറിന്റെ മനസ്സിലുള്ളതാണ്. ഒരു പക്ഷേ പിൽക്കാലഘട്ടത്തിൽ ഒരു കഥവും ഇവിടെ കേരള പോലീസിൽ നടന്നിട്ടില്ല. അഞ്ചാം പാതിര, ദൃശ്യം, നായാട്ട്, സൂക്ഷ്മദർശിനി, രേഖാചിത്രം, ഇതുപോലുള്ള ഒരു സംഭവവും എന്റെ ശ്രദ്ധയിലും വന്നിട്ടില്ല. ഒറ്റിറ്റിൽ സിനിമ കാണില്ല എന്നാണ് സാറിൻ്റെ ഒരു ദൃഢനിശ്ചയം. അത് സിനിമ തിയേറ്ററിൽ തന്നെ ആസ്വദിക്കുന്നതിൻ്റെ ഒരു സുഖം അറിയുന്നത് കൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണോ? അതുകൊണ്ട് മാത്രമല്ല, അത് സിനിമ ഒരു കലയാണ്. അത് ഇപ്പോൾ ഇവർമാർ സിനിമ അത് ഈ OTTയിൽ ഉണ്ടാക്കുക, ചെറിയ സിനിമ ഉണ്ടാക്കുക, വലിയ സിനിമ ഉണ്ടാക്കുക, അവർ ഉണ്ടാക്കിക്കോട്ടെ. പക്ഷേ അവർ ഇത് ഒരു സിനിമയുമായി ആ ലെവൽ അവർക്ക് ഒരിക്കലും വരുമൊന്നുമില്ല. ആ സിനിമകൾ അവർക്ക് ഒരു വലിയ സ്ക്രീനിൽ കാണിക്കണമെന്ന് അത് അവർക്കും ഉദ്ദേശ്യമോ ഒന്നുമില്ല. കുറച്ച് പൈസ ഒക്കെ ഉണ്ടായ സിനിമ ഒക്കെയാണ്. അപ്പോൾ അവർക്ക് ഏതൊരു TV-യിലോ ഒക്കെ അവർ ഉണ്ടായിക്കോട്ടെ. ദേ ഷുഡ് നോട്ട് ട്രൈ ടു കമ്പയർ വിത്ത് സിനിമ പീപ്പിൾ. സിനിമ ഒരു വലിയ ഒരു കാര്യമാണ്. അത് നമ്മൾ ഒരു 100 വർഷമായിട്ട് നടക്കുന്ന ഒരു കലയാണ്. ഇതിനകത്ത് ഈ OTT-കാരൊക്കെ അവർ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ലെവലിലൊക്കെ അത് ഉണ്ടാക്കിയിട്ട് അവരെ കാണിക്കുകയാണെങ്കിൽ ഈ വെബ് സീരീസും ഈ OTT-യിലും ഒക്കെ അവർ ഇതിനകത്ത് കാണിച്ചോട്ടെ. പക്ഷെ അവർ സിനിമയുമായി കോമ്പറ്റീഷന് വേണ്ടി അവർ പോകരുത്. എനിക്ക് ഇവിടെ ഒരു ഓസ്കാറിലോ അതിനെ സംബന്ധിച്ച് ബഹളമുണ്ടായിരുന്നു. സ്റ്റീവൻ സ്പീൽബർഗ് വരെ പറഞ്ഞിട്ടുണ്ട്, ഏതോ ഒരു ഓസ്കാറിൽ ഒരു വെബ് സീരീസിലും ഉണ്ടാക്കിയ OTT-യിലും ഉണ്ടാക്കിയ ഒരു സിനിമയായിട്ട് കണക്കാക്കി അവർ ഒരു അവാർഡ് കൊടുത്തു. അവർ സ്റ്റീവൻ സ്പീൽബർഗും കുറേ വേറെ ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ ഈ വെബ് സീരീസിൻ്റെ OTT-ൻ്റെ പുതിയ അവാർഡ് പ്രഖ്യാപിച്ചാൽ മതിയല്ലോ. അവർക്ക് ഒരു അവാർഡൊക്കെ, ഒരു ഓസ്കാർ പോലെ വേറെ ഒരു അവാർഡ് നമ്മൾ നിശ്ചയിച്ചിട്ട് പിന്നെ ബെസ്റ്റ് OTT ഫിലിം ഫ്രോം ഇന്ത്യ, ബെസ്റ്റ് OTT ഫിലിം ഫ്രോം ഇംഗ്ലണ്ട് പറഞ്ഞിട്ട് അവർ ആ അവാർഡൊന്നും അവരെടുത്താൽ മതിയല്ലോ. അവർ എന്തിനാ വൈ ദേ ഷുഡ് കമ്പീറ്റ് വിത്ത് ഓസ്കാർ ഉണ്ടാവുള്ളൂ? അവരുടെ ലെവൽ മനസ്സിലാക്കി അത് അവരുണ്ടാക്കിക്കോ, അവർ കാണിച്ചോളൂ. പക്ഷെ ദേ നീഡ് നോട്ട് പ്രൊജക്റ്റ് ഇറ്റ് ആസ് ഇഫ് ഇറ്റ് ഈസ് എ ഫിലിം. കോവിഡിന്റെ സമയത്തൊക്കെ നമുക്ക് ആശ്വാസമായിരുന്നു. ഹോമൊക്കെ കണ്ടത് നമ്മൾ OTT-യിലാണ്. ഞാൻ സിനിമ ഹാളിലാണ് കണ്ടത്. ഹോം പിന്നെ നമ്മൾ മാസ്ക് വെച്ചിട്ട് പോയി, അതിനെന്താ? അത് കാര്യം. സിനിമ അത് ഇറ്റ് ഈസ് എൻ ഇൻസൾട്ട് ടു സീ എ ഫിലിം ഓൺ എ TV സ്ക്രീൻ എന്നാണ് നമ്മുടെ അഭിപ്രായം. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഐ ഡോണ്ട് വാണ്ട് ടു സീ. ആളുകൾ പറയുന്നു കുറെ, ഇപ്പോൾ ആരോ പറഞ്ഞു, ഇപ്പോൾ ഈ ലഹരി ജേവരായിട്ട് ഇംഗ്ലണ്ടിൻ്റെ ഒരു നല്ല സീരീസ് നടക്കുന്നുണ്ട് അവിടെ, അഡോളസൻസ്. കാര്യമില്ല. അവർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് നേരത്തെ അറിയാം. പക്ഷേ ഈ അഡോളസൻസ്, ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതും നമ്മളെ എടുക്കണമെന്നൊന്നുമില്ല. അവിടെ അവർ കാണിക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെ അവിടെ ജനിച്ച് വളർന്ന അവരുടെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ അവർ കാണിക്കുന്നത്. ഇംഗ്ലണ്ടിലെ ഒരു കുട്ടി ലഹരി വസ്തു കഴിക്കുന്നതിൻ്റെ കാരണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണമെന്നില്ല. വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ഈസ് ഇവിടെ ഒക്കെ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അവരെ കാണിക്കുകയാണെങ്കിൽ ദേ ആർ ഷോയിങ് ദി വാല്യൂസ് ആൻഡ് ദി വാല്യൂസ് ഓഫ് യൂറോപ്പ് ആൻഡ് യൂറോപ്പ്. ഇവിടെ അങ്ങനെ അല്ല ഈ കുട്ടികൾ ഇത് കഴിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. A+ ഗ്രേഡിന്റെ പ്രശ്നം യൂറോപ്പിലെ ഇംഗ്ലണ്ടിലെ ഇല്ല.
ഇവിടെ പകുതി കുട്ടികൾ കേരളത്തിലെ ഇതൊക്കെ കഴിക്കുന്നത് A+ ഗ്രേഡ് കിട്ടുമില്ല. ആ പ്രശ്നം കൊണ്ട് താങ്ങാൻ പറ്റാത്ത സ്ട്രെസ് കൊണ്ടാണ് ഇവിടെ കഴിക്കുന്നത്. എന്ത് അഡോളസൻസിന്റെ എന്ത് പ്രസക്തിയാണ് ഇന്ത്യയിൽ എനിക്ക് മനസ്സിലാവാത്തത്. ഈ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ മകനെ ശരിക്കും +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് തള്ളിവിടുന്ന ഒരു സ്വഭാവം കാണിച്ചില്ല, തള്ളിവിട്ടില്ല അതിലേക്ക്, ഡിഗ്രിയിലേക്ക് പോകണ്ട, അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്യാം. അത് കുറച്ചുകൂടെ കുട്ടികളെ കുറിച്ച് പഠിക്കുന്നത് കൂടി കൊണ്ടാണോ സ്വന്തം കാര്യത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തത്? നമ്മൾ ഈ കുട്ടികളുടെ കാര്യം സ്കൂളിലൊക്കെ പോയി ഇപ്പോൾ ഏകദേശം 2 ലക്ഷം കുട്ടികളോട് സംസാരിച്ചു. 10-25,000 പാരൻസും ടീച്ചേഴ്സുമായി സംസാരിച്ച ശേഷം മനസ്സിലാക്കുന്നത് എല്ലാ കുട്ടികൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ട്. പക്ഷെ അവരുടെ ഫീൽഡ്സ് മേഖലകൾ വേറെ വേറെയാണ്. ഇത് പാരൻസ് തിരിച്ചും മനസ്സിലാക്കലില്ല, ചിലപ്പോൾ മനസ്സിലാക്കുന്നില്ല, ചിലപ്പോൾ ചോദിക്കുന്നില്ല, ചിലപ്പോൾ തിരിച്ച് പറയുമ്പോൾ അവർ അത് മതിക്കുന്നില്ല. ഈ 3 കാര്യങ്ങളാണ് നടക്കുന്നത്. കുട്ടികൾ ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഇപ്പോൾ സംസാരം ഈ പഠനത്തിനെ സംബന്ധിച്ചേ ഉള്ളൂ. നിനക്ക് A+ ഗ്രേഡ് കിട്ടേണ്ടതാണ്, നിങ്ങൾക്ക് 90% മാർക്സ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഇതിനു വേണ്ടി നിനക്ക് എത്ര ട്യൂഷൻ വേണമെങ്കിൽ പറയൂ, ഞങ്ങളത് ചെയ്തു തരാം. ബാക്കി നിങ്ങൾ ആവശ്യമില്ലാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണാൻ പോകണ്ട, നിങ്ങൾ പുറത്ത് പോകണ്ട, നിങ്ങൾ കളിക്കാൻ പോകണ്ട. ഈ രീതിയിലാണ് ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു നരക്കമാണെന്ന് പറഞ്ഞ് കുട്ടികളെ എന്നോട് പറയാറുണ്ട്. എനിക്ക് ഒരു കുറേ സ്വസ്ഥത വേണ്ടേ, എനിക്ക് വേണ്ടി സമയമൊന്നും വേണ്ടേ. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോയി 2 മണി വരെ 8-9 മണിക്കൂർ അവിടെ നിന്നിട്ട് ശേഷം വന്നിട്ട് ഐ നീഡ് ടൈം ഫോർ മൈസെൽഫ്. ഐ വാണ്ട് ടു പ്ലേ, ഐ വാണ്ട് ടു ഡീസ്ട്രെസ് മൈസെൽഫ്, I want to go out and play with I don't want to go to tuition again. നമ്മൾ രാവിലെ ഒരു 9 മണിക്കൂറും സ്കൂളിലായിട്ടും പിന്നെ ട്യൂഷന് പോകുന്നത് പിന്നെ എങ്ങനെ എനിക്ക് ഒരു ഭ്രാന്ത് പിടിക്കുന്നു. എനിക്ക് ആ സ്ട്രെസ്സ് താങ്ങാൻ പറ്റാത്ത സ്ട്രെസ്സ് വരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ ഇടയ്ക്ക് അവർ പറയുന്നില്ല അവരുടെ സുഹൃത്തുക്കളെ സിഗരറ്റ് നമ്മൾ വലിക്കാൻ പോകും. തുടക്കം ഈ സിഗരറ്റ് ബീഡി കൊണ്ടേ ഉള്ളൂ. സിഗരറ്റ് ബീഡി, ഹാൻസ്, പാൻ മസാല, കുട്ടക്ക, ഖൈനി, അതുകൊണ്ടാണ് ആദ്യത്തെ തുടക്കം. ഞാൻ പറഞ്ഞു നിങ്ങൾ വൈ ഡു യു ഡു ഇറ്റ്? ഒരു ചേഞ്ചിന് വേണ്ടി. ഇത് രാവിലെ 6 മണി മുതൽ ആ പരിപാടി രാത്രി 8 മണി വരെ ഇങ്ങനെ തുടരുകയാണ് സർ. അത് എനിക്ക് 25 × 7 × 365 ഡേയ്സ് ആണെന്ന്. പാരൻസ് വിചാരിക്കുന്നത് ഞങ്ങൾ റോബോട്ട്സ് ആണെന്ന്. ഇതുപോലെ ഞങ്ങൾ ഒരു 1ാമത്തെ ക്ലാസ് മുതൽ 12ാമത്തെ ക്ലാസ് വരെ ഇതുപോലെ ചെയ്തിട്ട് എല്ലാ ഗ്രേഡുകളിൽ A+ എല്ലാ ക്ലാസ്സിലും A+ ഗ്രേഡ് വന്നാൽ മാത്രമേ അവർ ഹാപ്പി ആവുള്ളൂ. സാർ അത് നടക്കില്ല സർ, വയ്യ സർ. അതുകൊണ്ടാണ് കുട്ടികൾ ഈ ആത്മഹത്യ ഇപ്പോൾ കൂടുതൽ ചെയ്യാൻ തുടങ്ങിയത്. വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നു, ലഹരി വസ്തുക്കൾ കഴിക്കുന്നു. ഇത് അവരുടെ വീട്ടിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് പോകാനുള്ള അനുവാദം അവർക്ക് കിട്ടില്ല എന്നുകൊണ്ട് മാത്രമാണ്. ആ രീതിയിൽ മാത്രം മതി. ഞാൻ എൻ്റെ മകനെ ഒക്കെ ഇയാൾ പറഞ്ഞ കാര്യം അനുസരിക്കാത്ത എൻ്റെ മുമ്പിൽ വേറെ മാർഗമൊന്നുമില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുള്ളിന് പഠനത്തിൽ ഒരു താല്പര്യമില്ല. ഒരു 58-59% കൊണ്ട് പാസ്സാവുന്നു. ഇപ്പോഴത്തെ ഈ സമയത്തിൽ പെർസെൻറ്റേജ് കൊണ്ട് മാത്രം അഡ്മിഷൻ കിട്ടുന്ന ഈ കാലത്തിൽ നമുക്ക് ഇതിനേക്കാൾ പുള്ളി പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പോൾ ശരി, അപ്പോൾ ഇയാളെ പറഞ്ഞു എനിക്ക് ഈ കാര്യത്തിൽ താല്പര്യമുണ്ട്, അത് നമ്മൾ അനുവദിച്ച് കൊടുത്തു. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിന് വലിയൊരു പാഷനുണ്ട്. അപ്പോൾ പാഷന് നമ്മുടെ മകൻ്റെ പോലെയുള്ള പാഷൻ പല കുട്ടികളുടെ മനസ്സിൽ ഞാൻ കാണുന്നുണ്ട്. ചില ആളുകൾ നല്ല സ്പോർട്സുകാരനായിട്ട് മാറുന്നു, ചില കുട്ടികൾക്ക് നല്ല TV ഷോയിലോ നമ്മളെ കാണുന്നില്ലേ, 4 വയസ്സുള്ള പെൺകുട്ടികൾ, ആൺകുട്ടികൾ എത്ര ഭവ്യമായിട്ട് എത്ര നല്ല രീതിയിൽ അവർ TV ഷോയിൽ പോയി അവർ കാണുന്നു. ഈ പാരൻസ് ഈ കുട്ടികളെ അവരെ വീട്ടിൽ ഈ കുട്ടികളെ അവർ പാടിപ്പിക്കുന്നത് ചിലപ്പോൾ അവർ കുറച്ച് റവന്യൂ ആയിട്ട് കുറേ പൈസ അവർക്ക് കിട്ടുമായിരിക്കും, നമുക്കറിയില്ല. പക്ഷെ ആ കുട്ടി ഈ അമ്മ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് ഒരു വലിയ ഗായിക ആയിട്ട് മാറട്ടെ, അതിനു വേണ്ടി എനിക്ക് ഒരു സ്ഥിരമായിട്ട് ഒരു ക്ലാസ് ഏർപ്പാട് ചെയ്ത് തരുമോ പറഞ്ഞാൽ ചിലപ്പോൾ അത് പറയുന്നത് അതൊന്നും വേണ്ട, നിങ്ങൾ അവിടെ വേണമെങ്കിൽ പാടിച്ച് കുറച്ച് അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ശരി. കാരണം പിന്നെ വയസ്സ് മാറുമല്ലോ, അവർ 8th 9th 10th വരുമല്ലോ, അന്ന് അവർ പറയും ഞാൻ മതി ഇത്രയൊക്കെ TV ഒക്കെ ഇനിയും A+ ഗ്രേഡ് കൊണ്ടുവരണം.